എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് നോവ സദോയി എത്തിയെന്ന കാര്യം നമ്മളെ മാർക്കസ് മെർഗലാവോയാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഗോവയുമായി വിട പറഞ്ഞിരിക്കുകയാണ് നോവ സദോയി. അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് താരം ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞതിന്റെ ഒരു മലയാളം ട്രാൻസ്ലേഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചുള്ളത്. അപ്പോൾ ചില തെറ്റുകളൊക്കെ കാണും ട്രാൻസ്ലേഷൻ ആയതുകൊണ്ട് തന്നെ, അതുകൊണ്ട് തന്നെ എല്ലാവരും ക്ഷമിക്കാം. ചില തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: എൻ്റെ പ്രിയപ്പെട്ട ആരാധകർക്ക്, ഇവിടെയുള്ള എൻ്റെ സമയം എന്നെ എത്രമാത്രം അർത്ഥമാക്കിയെന്ന് എനിക്ക് വാക്കുകളിൽ പറഞ്ഞു വെക്കാൻ കഴിയുന്നില്ല. കഴിഞ്ഞ 2 വർഷമായി ഉയർച്ച താഴ്ചകൾ നിറഞ്ഞ ഒരു റോളർ കോസ്റ്റർ യാത്രയാണിത്. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഒരു പ്രത്യേക സ്ഥാനമുണ്ടായിരിക്കും. എൻ്റെ 2 സീസണുകൾ ഇവിടെ ഒരു കേവല കാറ്റാക്കിയതിന് മാനേജ്മെന്റിനും സ്റ്റാഫിനും ക്ലബിൽ ഉൾപ്പെട്ട എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ അടിത്തട്ടിൽ നിന്ന് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഏറ്റവും പ്രധാനമായി ഇവിടെ ഗോവയിലെ എൻ്റെ സമയത്തിൻ്റെ ഹൃദയമിടിപ്പായിരുന്നു. ആരാധകർക്ക് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്നെ 1-ാം ദിവസം മുതൽ മുന്നോട്ട് നയിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോൾ എന്നത് പിച്ചിലേക്ക് വിവർത്തനം ചെയ്യുന്ന ആരാധകരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന വൈബുകളിൽ ഊർജവുമാണ്. എല്ലാ ഗൗരവന്മാരിൽ നിന്നും എനിക്ക് ലഭിച്ച നിരന്തരമായ സ്നേഹത്തിനും പിന്തുണയ്ക്കും ഞാൻ എന്നേക്കും നന്ദിയുള്ളവനാണ്. അതെനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത കാര്യമാണ്. എൻ്റെ ജീവിതകാലം മുഴുവൻ ഗോവയ്ക്ക് എൻ്റെ ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ടായിരിക്കും. ഒരു ദിവസം നിങ്ങൾ സ്വപ്നം കണ്ടതും അർഹിക്കുന്നതുമായ എല്ലാം നിങ്ങളെ തേടിയെത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാ നല്ല കാര്യങ്ങളും അവസാനിക്കുന്നു, പക്ഷേ ജീവിതത്തിൽ നാം എപ്പോഴും നല്ല സമയങ്ങൾ ഓർക്കുകയും പുഞ്ചിരിക്കുകയും വേണം. അടുത്ത തവണ വരെ, ഫോർട്സ ഗോവ എന്ന് പറഞ്ഞുകൊണ്ടാണ് നോവ സദോയി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നത്. ഇത് മലയാളം ട്രാൻസ്ലേഷനാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് തന്നെ ചില തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക.